അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ നമസ്കാരം, ആ നമസ്കാരം സ്വീകരിക്കപ്പെടണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയവരാണ്. ആ നമസ്കാരം സ്വീകരിക്കപ്പെടണമെങ്കിൽ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് നമസ്കാരത്തിൻ്റെ മുന്നോടിയായി വുളൂ ചെയ്യണം. അള്ളാഹുവിൻ്റെ ഖുർആനിൽ അല്ലാഹ് പറയുന്നുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു ഇദാ ഖുംതും ഇലസ്സലാത്തി ഫഗ്സിലു വുജൂഹക്കും വഅയ്ദിയക്കും ഇലൽ മറാഫിഖ് വംസഹു ബിറുഊസിക്കും വഅർജുലക്കും ഇലൽ കഅബൈൻ. സൂറത്തുൽ മാഇദയിൽ അല്ലാഹു തആല പറയാണ്, അല്ലയോ സത്യവിശ്വാസികളെ, ഇദാ ഖുംതും ഇലസ്സലാ, നിങ്ങൾ നമസ്കാരത്തിന് വേണ്ടി, നമസ്കാരം നിർവഹിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്, അതിനു വേണ്ടി നിങ്ങൾ നിലകൊള്ളുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് നിങ്ങൾ വുളൂ, ശുദ്ധീകരണം വേണം. അഥവാ ഫഗ്സിലു വുജൂഹക്കും, നിങ്ങളുടെ മുഖം നിങ്ങൾ കഴുകണം, വഅയ്ദിയക്കും, നിങ്ങളുടെ കൈകൾ കഴുകണം, അതേപോലെ ആ കൈകൾ മുട്ടുവരെ കഴുകണം, വംസഹു ബിറുഊസിക്കും, നിങ്ങളുടെ തല തടവണം, വഅർജുലക്കും, നിങ്ങളുടെ കാലുകൾ, അതേപോലെ തന്നെ ഞെരിയാണി ഉൾപ്പെടെ കാലുകൾ കഴുകുകയും വേണം എന്ന് അല്ലാഹു തആല അള്ളാഹിൻ്റെ ഖുർആനിൽ തന്നെ ഗൗരവത്തോടു കൂടി പറയാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, നമസ്കാരം സ്വഹീഹാവണമെങ്കിൽ ഷർത്താണ് വുളൂ ഉണ്ടായിരിക്കണം. വുളൂ ഇല്ലാത്തവൻ്റെ നമസ്കാരം അല്ലാഹു തആല സ്വീകരിക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ സ്വലാത്ത ലിമൻ ലാ വുളൂഅ ലഹു, വുളൂ ഇല്ലാത്തവന് നമസ്കാരമില്ല എന്ന്. അപ്പോൾ വുളൂ ഇല്ലാത്തവൻ്റെ നമസ്കാരം, അഥവാ വുളൂ സ്വഹീഹാവാത്തവൻ്റെ, വുളൂ ഇല്ലാത്തവൻ്റെ നമസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്നർത്ഥം. നമസ്കാരത്തിൽ വുളൂ പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ വുളൂ സ്വഹീഹായാലേ നമസ്കാരം സ്വഹീഹാവും. വുളൂ സ്വഹീഹാവണമെങ്കിൽ എങ്ങനെയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ വുളൂ എടുത്തത്, എങ്ങനെയാണ് മുത്തുനബി നമുക്ക് വുളൂഇനെ പഠിപ്പിച്ചത്, കൃത്യമായി നമ്മൾ അറിയേണ്ടതുണ്ട്. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ റസൂലുള്ളാഹിന്റെ വുളൂ എങ്ങനെയായിരുന്നു എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഹദീസാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരുമ ശിഷ്യൻ, റസൂലുള്ളാഹിന്റെ മരുമകൻ, രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു, നബിന്റെ രണ്ട് പെൺകുട്ടികളെ കല്യാണം കഴിച്ച ഉസ്മാൻ, മൂന്നാം ഖലീഫ, അദ്ദേഹം പറയുകയാണ്, ഇന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു ദഅ ബിവുളൂഇൻ, വുളൂ എടുക്കാനുള്ള വെള്ളം കൊണ്ടുവരാൻ വേണ്ടി ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെട്ടു. അങ്ങനെ എന്ത് ചെയ്തു? വുളൂഇന്റെ വെള്ളം കൊണ്ടുവന്നു. ഫഅഫറഗ അലാ യദൈഹി മിൻ ഇനാഇഹി ഫഗസലഹുമാ സലാസ മറാത്തിൻ ثم أدخل يمينه في الوضوء ثم تمضمض واستنشق واستنشر ثم غسل وجهه ثلاثا ويديه إلى المرفقين ثلاثا ثم مسح برأسه ثم غسل كلتا رجليه ثلاثا ثم قال رأيت النبي صلى الله عليه وسلم توضأ نحو وضوئي هذا. എങ്ങനെയാണ് ഹദീസ്? ഉസ്മാൻ റളിയല്ലാഹു അൻഹു വുളൂഇന്റെ വെള്ളം കൊണ്ടുവരാൻ കൽപ്പിച്ചു. അങ്ങനെ എന്ത് ചെയ്തു? ആ പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം അങ്ങനെ കയ്യിലേക്ക് ഒഴിച്ചു. ഫഗസലഹുമ, കൈ രണ്ടും കഴുകിയിട്ട് പിന്നെന്ത് ചെയ്തു? ആ കൈ ആ പാത്രത്തിലിട്ട് വെള്ളം എടുത്തിട്ട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു സുമ്മ തമളമള, വായിൽ വെള്ളം കുപ്പിളിച്ചു. വസ്തൻഷഖ, മൂക്കിലേക്ക് വെള്ളം കുറച്ച് കയറ്റി. വസ്തൻഷറ, അത് ചീറ്റിക്കളഞ്ഞു. ഒരു പ്രബലമായ സുന്നത്ത്, ആളുകൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സുന്നത്ത. വായിൽ വെള്ളം കുപ്പിളിക്കും, ആ കുപ്പിളിക്കുമ്പോഴും അങ്ങനെ തുപ്പിക്കളയും. അല്ല, ശരിക്കും തമളമള, എന്ത് ചെയ്യണം? വായിൽ വെള്ളം ഉള്ളിൽ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ കൊപ്പിളിക്കണം. മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് ഇടത്തെ കൈകൊണ്ട് ചീറ്റിക്കളയണം. അതാണ് ഇസ്തിൻഷാഖും ഇസ്തിൻഷാറും. അതൊരു പ്രബലമായ സുന്നത്താണ്. ജനങ്ങൾ അതിൽ നിന്ന് പല ആൾക്കാരും ഒതുകൊടുക്കും, വായിൽ വെള്ളമാക്കും, മൂക്കുമൊന്നിങ്ങനെ ഇക്കിളിയാക്കും, പലപ്പോഴും എന്നിങ്ങനെ ആക്കും. അല്ല, മൂക്കിലേക്ക് വെള്ളം കയറ്റിയിട്ട് വസ്തൻഷറ, ചീറ്റിക്കളയണം. അങ്ങനെയാണ് റസൂലുള്ളാഹിന്റെ വുളൂ. വായും മൂക്കൊക്കെ കൃത്യമായി ശുദ്ധിയാവണം. സുമ്മ ഗസല വജ്ഹഹു സലാസ, എന്നിട്ടാണ് അദ്ദേഹം മുഖം 3 തവണ കഴുകിയത്. മുഖം കഴുകുമ്പോഴും ഈ താടിയെല്ലിന്റെ ഈ അറ്റം മുതൽ ഈ മുടി മുളക്കുന്ന അറ്റം വരെ, ഈ ചെവിക്കുറ്റി മുതൽ ഈ ചെവിക്കുറ്റി വരെ പൂർണ്ണമായിട്ടും മുഖം മുഴുവനായിട്ടും കഴുകുന്ന രീതിയിലാവണം മുഖം കഴുകേണ്ടത് 3 തവണ. ഓരോന്നും പ്രത്യേകം ശ്രദ്ധിക്കണം. വായിൽ വെള്ളം കുപ്പിളിക്കണം, മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റണം, ശുദ്ധിയാവണം. മുഖം കൃത്യമായിട്ട് 3 തവണ കഴുകണം. വയദൈഹി, അതേപോലെ തന്നെ 2 കൈകളും ഏതുവരെ? മുട്ടുവരെ എന്ത് ചെയ്തു? മുട്ടുൾപ്പെടെ 3 തവണ കഴുകി. സുമ്മ മസഹ ബിറഅസിഹി, പിന്നെ തല തടവി. സുമ്മ ഗസല കിൽതാ റിജ്ലൈഹി, പിന്നെ 2 കാലും കഴുകി 3 പ്രാവശ്യം.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ തവല്ലഅ നഹ്വ വുളൂഇ ഹാദാ, ഇങ്ങനെ റസൂലുള്ള വുളൂ എടുക്കുന്നതാണ് ഞാൻ കണ്ടത്, ഇതാണ് റസൂലുള്ളാന്റെ വുളൂ എന്ന് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വിവരിച്ചു തരാണ്. കൃത്യമായിട്ട് വുളൂഇന്റെ രൂപം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ചില കാര്യങ്ങളിൽ റസൂലുള്ളാഹിന്റെ സുന്നത്തിനെതിരെ പ്രവർത്തിക്കാറുണ്ട് ചില ആളുകൾ. അതെന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെതിരെ പ്രവർത്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഗൗരവത്തോടു കൂടി നമ്മൾ കാണേണ്ടതാണ്. കാരണം റസൂലുള്ള ചെയ്തതേ ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാത്തത് ചെയ്യാതിരിക്കലാണ് ചര്യ, മര്യാദ എന്നുള്ളത് നാം മനസ്സിലാക്കുക. സൂക്ഷ്മത പുലർത്താൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എന്തൊക്കെയാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം.